പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ കർത്താവിന്റെ പാടുപെടലുകളെപ്പറ്റി ധ്യാനിക്കുകയായിരുന്നു. ചെറിയ ചിന്താശകലങ്ങൾ ഞാൻ ഞങ്ങൾക്ക് തന്നു, പ്രാർത്ഥിക്കുവാനും സൗഖ്യം അനുഭവിക്കുവാനും മറ്റും. ഇന്ന് നമ്മൾ 6ാമത്തെ ആഴ്ചയിലാണ്. നമ്മൾ 40ാം വെള്ളി എന്ന് പറയും. വളരെ പ്രാധാന്യമുള്ള ഒരു വെള്ളിയാഴ്ചയാണ്. എൻ്റെ ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ചയേക്കാൾ പ്രാധാന്യമുള്ള ഒരാഴ്ചയാണിത്. എനിക്ക് 40ാം വെള്ളിയാഴ്ച ആയിരുന്നു. കർത്താവിൻ്റെ മുറിവുകൾ എൻ്റെ ശരീരത്തിൽ ലഭ്യമായതും ഇന്നും അത് വലുതായി അതിൻ്റെ സഹനങ്ങൾ സഹിക്കുന്നതും 40ാം വെള്ളിയാണ്. ഞാനിതേപ്പറ്റി അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കാൻ പറയാം. ഇപ്പോൾ നമുക്ക് ക്രൂശിതനായ ഈശോ നോക്കാം. ആ 2 കൈകളും ക്രൂശിനോട് ചേർത്ത് ആണിയടിച്ചിരിക്കുന്നത്, 2 കാലുകളും അടിച്ചിരിക്കുന്നത്. അത് കർത്താവായ യേശുവിനോടുകൂടി അത് ക്രൂശിക്കപ്പെടേണ്ടവർ ആണ് എങ്കിൽ മാത്രമേ നമുക്ക് അവനോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സ്പഷ്ടമായി വായിച്ച് അറിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അത് ഞാൻ അവിടുത്തോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, അതിനാൽ ഇനി ഞാനല്ല, എന്നിൽ കർത്താവ് യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന്. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജഡമോഹങ്ങൾ നമുക്കൊത്തിരിയുണ്ട്. എന്തിനാണ് ഈശോ ഈ കുരിശിൽ കൈകളും കാലുകളും തറച്ച് ഇപ്രകാരം മണിക്കൂറുകൾ തൂങ്ങിക്കിടന്ന് മരിച്ചത്? ഞാൻ പറഞ്ഞതുപോലെ മർക്കോസ് എഴുതിയ സുവിശേഷം അനുസരിച്ച് 9ാം മണിക്കൂറിൽ കുരിശിൽ ആണിയടിച്ചു, 3ാം മണിക്കൂറിൽ മരിച്ചു. എങ്കിൽ 6 മണിക്കൂർ ഈ കാര്യം ആണികളിൽ തൂങ്ങിക്കിടക്കുന്നു. നമുക്ക് ഈ ദിവസം പ്രിയപ്പെട്ടവരെ ഒന്ന് ധ്യാനിക്കാം. നമുക്കറിയാം, കുരിശി തറച്ചു കൊല്ലുക എന്നാണ് ക്രൂശിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ആണി തറച്ചതിനെ കൊല്ലുക. നമുക്കറിയാം, ഈശോ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ സംശയിച്ചു ഇത് വല്ല ഭൂതമാണെന്ന്. അപ്പോൾ പറഞ്ഞത് എന്റെ കൈയും കാലും കാണുക, അത് അവയ്ക്ക് ഇതുപോലെ മാംസമില്ല, മുറിവില്ല എന്ന്. ലൂക്ക 24-ാം അധ്യായം 39. ഒരു തെളിവായിരുന്നു കൈയിലെയും കാലിലെയും മുറിവ്. താൻ നമുക്ക് വേണ്ടിയിട്ട് മുറിയപ്പെട്ടവനാണ് എന്ന്. മാത്രമല്ല, തോമാശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിന്റെ വിരൽ കൊണ്ടുവന്ന് എന്റെ കൈയുടെ ആണിപ്പഴുതിലിടാനാ പറഞ്ഞത്. അതുപോലെ നെഞ്ചത്തും കൈവെക്കാൻ പറഞ്ഞു. നമുക്കറിയാം യോഹന്നാൻ 20:25 എന്റെ കൈ കാണുക. അപ്പൊ കൈയും കാലും ആണി തറച്ചു എന്നുള്ളത് വ്യക്തം ആണ്. പ്രിയപ്പെട്ടവരെ, ഇതേപ്പറ്റി ഏറെ പറയുവാനുണ്ടെങ്കിലും അവരുടെ സമയം വളരെ ദൈർഘ്യം വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നു. നമുക്കൊന്ന് അനുമാനിക്കാൻ കഴിയും, വലിയ കരിരുമ്പാണി കൈയിലേക്ക് അടിച്ചപ്പോൾ ഉണ്ടായ വേദന എത്ര അസഹനീയമായിരിക്കും. അതുപോലെ കാലിലും നമുക്കറിയാം, ഈ കൈയും കാലും വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. കാരണം നമുക്കറിയാം, കൈകൊണ്ടാണ് അധ്വാനിക്കുന്നത്, കൈകൊണ്ടാണ് ജീവിത സന്ധാരണത്തിന് വേണ്ടതെല്ലാം നേടിയെടുക്കേണ്ടത്. കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാനുള്ളതാണ്. കൈകെട്ടി കീർത്തനം ആലപിക്കാനുള്ളതാണ്. കരങ്ങൾ കൂപ്പി ദൈവത്തിന് മുമ്പിൽ കുമ്പിടാനുള്ളവരാണ് നമ്മൾ. അതുപോലെ മനുഷ്യൻ നന്ദി പറയുന്നതും കൈ കൂപ്പിയോ കൈ കൊടുത്തോ ആണ്. കരങ്ങൾ കോർത്ത് പിടിച്ച് സ്നേഹം അറിയിക്കും. അത് മാത്രമല്ല, സ്വരുമയിൽ ജീവിക്കാൻ കരങ്ങൾ തോളോട് തോൾ നമ്മൾ ഇടാറുണ്ട്. ഉദാഹരണം, കാഴ്ചവാനിലൊക്കെ വരുമ്പോൾ നിങ്ങൾ പാട്ടാറുണ്ട്, ഒന്നായി നമ്മൾ. തോളിൽ കൈയിട്ടുകൊണ്ടാണ്. മാത്രമല്ല, നമ്മൾ പങ്കുവയ്ക്കുന്നത്, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൈകൊണ്ടാണ്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്, ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്, എല്ലാ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലും നമുക്കറിയാം കൈ ഉപയോഗിച്ചുകൊണ്ടാണ്.
കൈക്ക് അത് വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കൈപ്പത്തിയും കൈകളും ഒരുവന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളത് ആണ്. നമുക്കറിയാം, നിസ്സഹായമായി നമ്മൾ ദൈവത്തിലേക്ക് കൈ ഉയർത്താറുണ്ട്. നാം തോൽവി സമ്മതിക്കും. നമ്മുടെ ജഡത്തിലുള്ള ജീവിതത്തിൽ തോൽവി സമ്മതിച്ച് തമ്പുരാനീതാ തരുന്നു എന്ന് പറയുന്നത് കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. പട്ടാളക്കാര് കൈ ഉയർത്തി കീഴടങ്ങുന്നത് പോലെ ഈ ലോകത്തിന് കീഴടങ്ങിയിട്ട് ദൈവത്തിന് കീഴടങ്ങുന്നവരാണ് നമ്മൾ, നടക്കേണ്ടവരാണ് നമ്മൾ. മാത്രമല്ല, നമ്മൾ പണവും മറ്റുള്ള സമ്മാനവും മേടിക്കുന്ന കൈകൊണ്ടാണ്, കൊടുക്കുന്ന കൈകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കൈക്ക് പിടിച്ച് നടക്കുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ വീൽ ചെയറിലാണ് 14 കൊല്ലം മറ്റുള്ളവരുടെ കൈക്ക് പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ മാത്രമേ എനിക്ക് ഒന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി മാത്രമല്ല, കൈകൊണ്ടാണ് മറ്റുള്ളവരെ ആശീർവദിക്കുന്നത്. ഒരു വൈദികന്റെ കൈ എന്ന് പറയുമ്പോൾ തൈലം പൂശപ്പെട്ടതാണ്, പൂശപ്പെട്ട കൈകൾ നമ്മൾ പറയുന്നത്. പ്രേമള മാത്രമല്ല, വൈദ്യന്റെ കൈ കുമ്പിൾ മാതാവിന്റെ ഗർഭപാത്രമാണെന്ന് ഞാൻ പറയാറുണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ. കൈയിൽ അപ്പവും വിഞ്ഞും എടുത്ത് പറയുന്നു, ഇതെന്റെ ശരീരമാകുന്നു, എന്റെ രക്തമാകുന്നു. അപ്പോൾ എപ്രകാരമാണോ വചനം ആത്മാവിലൂടെ മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യനായി തീർന്നുവോ, അതുപോലെ പരിശുദ്ധാത്മാവും ആ വൈദികൻ ഉച്ചരിക്കുന്ന യേശുവിന്റെ വചനവും അപ്പത്തെയും വീഞ്ഞിനെയും ശരീരവും രക്തവുമാക്കി മാറ്റുന്നു. അത് ആ കൈകൾ അത് വിശുദ്ധമായിട്ട് തന്നെ അത് ഉപയോഗിക്കേണ്ടതാണ്. നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ആ കൈകൾ പലപ്പോഴും തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാറില്ലേ? മറ്റുള്ളവരെ അടിക്കാനായിട്ട്, ഒരു വശങ്ങൾ മുഷ്ടിപ്രയോഗം നടത്താൻ, ഭാര്യയെ അടിക്കാൻ, ഭർത്താവിനെ അടിക്കാൻ, മക്കളെ അടിക്കാൻ, അയൽവങ്കാരെ അടിക്കുവാൻ, അടിച്ചു കൊല്ലാൻ. ആ കരങ്ങൾ കൊണ്ട് അശുദ്ധ പാപങ്ങൾ, സ്വയംഭോഗം, സ്വവർഗഭോഗം. ആ കൈ കൊണ്ടല്ലേ കള്ളു കുടിക്കുന്നത്, പട്ടയും ചാരായവും, അല്ലെങ്കിൽ മറ്റ് ബീഡി വലിക്കുന്നത്, പുകവലിക്കുന്നു, എല്ലാം കൈകൊണ്ടാണ്. കൈകൊണ്ട് എന്തെല്ലാം അത് ചെയ്യുന്നു, കൈക്കൂലി കൊടുക്കുന്നു, കൈക്കൂലി സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കൈകൾ വിശുദ്ധീകരിക്കുവാനാണ് കർത്താവ് ആ കൈ അത് ആണിയിൽ അടിക്കാൻ തിരുമനസ്സായത്. അതുപോലെ കാലുകളും, നമ്മുടെ കാലുകൾ പരിശുദ്ധമായിരിക്കണം. ആ കാലുകൾ കൊണ്ട് നമ്മൾ നന്മയുടെ വഴിയിൽ നടക്കണം. കർത്താവായ യേശുക്രിസ്തു നന്മ ചെയ്തുകൊണ്ട്, പിശാചുക്കൾ ബാധിച്ചവരെ മോചിപ്പിച്ചുകൊണ്ട്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് യൂദയ അല്ലെങ്കിൽ സമറിയ പ്രാന്തപ്രദേശങ്ങളിൽ നടന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ നടക്കേണ്ടവരാണ്, വെറുതെ കുത്തിയിരിക്കേണ്ടവരല്ല. യേശുവിന്റെ വചനവുമായിട്ട് പോകണം. ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് പറഞ്ഞത്. കാലുണ്ടെങ്കിലേ സാധിക്കൂ. നിങ്ങൾ എന്നോട് ചോദിക്കും, കാലില്ലെങ്കിലും അച്ഛൻ 14 കൊല്ലമായിട്ട് വീൽ ചെയറിൽ പോകുന്നുണ്ടല്ലോ എന്ന്. അതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ കാലിലായപ്പോൾ എന്നെ ചെന്ന് എല്ലാവരുടെ മുഖം കാണാമായിരുന്നു. ഇപ്പോൾ ഒരു അപകർഷത പോലെ ഉണ്ട് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ദുഃഖിക്കാറില്ല, സങ്കടപ്പെടാറില്ല, പരാതിപ്പെടില്ല. പിന്നെയോ നടക്കാവുന്ന കാലത്തോട് നടന്ന് ഞാൻ എപ്രകാരം ലോകം മുഴുവൻ ചുറ്റി നടന്ന് പ്രസംഗിച്ചുവെന്ന്. അതിന് കർത്താവ് എനിക്ക് കൃപ തന്നു. പക്ഷെ അന്നൊക്കെ ചെയ്ത ആ അലസതയോ പാപത്തിന്റെ ഫലമായിരിക്കാം ഇന്നിപ്പോൾ കർത്താവ് എന്നെ ഈ വീൽ ചെയറിൽ ഇരുത്തിയിരിക്കുന്നത്. അത് നമ്മൾ പറയാറുണ്ടല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ മേന്മ അറിയുന്നില്ല എന്ന്. കൈയും കാലും ഉള്ളപ്പോൾ നമ്മൾ അറിയുക അത് നമുക്ക് ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയെന്ന്. കയ്യോ കാലോ ഇല്ലാതെ വരുമ്പോഴാണ് അറിയുന്നത്. പ്രിയമുള്ളവർ, നമുക്ക് വെറും ബാഹ്യമായ കൈകളും കണ്ണുകളും മാത്രമല്ല, ആന്തരിക കൈകളും കണ്ണുകളുമുണ്ട്. അത് ശുദ്ധീകരിക്കപ്പെടണം. അതാണ് ജഡമോഹങ്ങൾ. നമ്മുടെ കൈകളും കാലുകളും ജഡമോഹങ്ങളിലായി കഴിയുമ്പോഴാണ് തിന്മ പ്രവർത്തിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ശുദ്ധീകൃതരാകാനാണ് ഈശോ തിരുമനസ്സാര്. അതുകൊണ്ടാണ് കൈയും കാലും ആണികളാൽ തുറക്കപ്പെട്ടത്. രക്തം ധാരധാരയായിട്ട് ആ മുറിവുകളിലൂടെ ഒഴുകിയത് നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആണി കൊണ്ട് അത് കുരിശിൽ തറച്ചു. പല ശാസ്ത്രജ്ഞന്മാരും അത് ഇന്നത്തെ കാലത്ത് വരുമ്പോഴും കയ്യേലല്ല, കയ്യേടെ ഇണിക്കിന്, അതായത് റിസ്റ്റിലാണ് ആണി അടിച്ചത്. വലിയ പ്രസിദ്ധരായ വചനപ്രഘോഷകരും പറയും അത് ബുദ്ധി കൊണ്ടുള്ള ചിന്താഗതിയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് കയ്യിൽ ആണി അടിച്ചിരുന്നെങ്കിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കൈ വിട്ടുപോകുന്ന നിലത്തേക്ക് ശവം വീഴുമെന്ന്. ഒരിക്കലുമില്ല. നിങ്ങൾ ഓർക്കണം, അതിബുദ്ധിമാന്മാരാണ് യൂതന്മാര്. ഇന്ന് അവരുടെ കണ്ടുപിടുത്തങ്ങളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കുന്നത് അവരുടെ കണ്ടുപിടുത്തമാണെന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, അവർക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല. അവർക്കറിയാമായിരുന്നു അത് അങ്ങനെ കൈ ഒരു വശങ്കിൽ പൊട്ടി താഴേക്ക് വീഴാൻ പറ്റും. അതുകൊണ്ടാണ് കാല് തടിയേലാണ് അടിച്ചത്. അപ്പോൾ ആ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ആ തടിയേലായിരുന്നു താങ്ങുന്നത്.
മാത്രം അല്ല, നിങ്ങൾ ഓർക്കണം, നമ്മുടെ കയ്യിൽ 8 ഹാർപ്പൽ ബോൺസ്, 8 വലിയ എല്ലുകളുണ്ട്. അത് നല്ല ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കരളത്തും പറ്റും അടിക്കുന്നത്, ചെവിട്ടത്തടിക്കുന്നത്. അപ്പം കൈക്ക് ബലമുള്ളതാണ്. അവിടെ അതിന്റെ പേശികൾ പിടിച്ചു നിർത്തും. മാത്രവുമല്ല, മൂന്നാമത് കൈകൾ അത് കെട്ടിയിരുന്നു കുരിശിനോട് ചേർത്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ട് നമുക്കറിയാം, കൈയുടെ പത്തി തന്നെയാണ് കർത്താവ് തറയ്ക്കപ്പെട്ടത്. കാരണം നമുക്കറിയാം ആർക്കെല്ലാം പഞ്ചക്ഷരം കിട്ടിയിട്ടുണ്ടോ അവരുടെ എല്ലാം ആണിപ്പഴുതിന്റെ കൈയുടെ പത്തിയിലാണ്. ഫ്രാൻസിസ് അസീസി, പാദ്രെ പിയോ, എല്ലാവരും അവര് പരമ്പരാഗതമായിട്ടുള്ള കർത്താവിന്റെ ക്രൂശിക്കലിനെ പറ്റിയുള്ള പടങ്ങൾ, ആ ചുവരുകളിൽ എഴുതിയിരിക്കുന്ന വരകളെല്ലാം അങ്ങനെയാണ്. ആധുനിക കാലത്താണ് ഇങ്ങനെ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കുക, ദൈവമേ കയ്യേലാണ് വീണുപോകാനിടയുണ്ടല്ലോ, അതുകൊണ്ട് മിക്കവാറും കയ്യേട് കണങ്കാലിലായിരിക്കും കുത്തിയതെന്ന്, കണങ്കൈയിലായിരിക്കും കുത്തിയതെന്ന്. അല്ല, അത് സത്യമല്ല. ഞാനും ഈശോ ദർശിച്ച നിമിഷങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് അത് കരങ്ങൾ ആണ് ആണിയാൽ തുറക്കപ്പെട്ടത്. അതുപോലെ കാല്, അത് നമുക്കറിയാം എത്ര വേദന ഉണ്ടാകും കാലിൽ മുള്ളു കൊള്ളുമ്പോൾ. എങ്കിൽ വലിയ കാരീനും പാണി അടിച്ചിറക്കിയപ്പോൾ ഉണ്ടായ വേദന, അതിനെപ്പറ്റി അന്ന കത്രീന പറയുന്നത് ഞാൻ അല്പം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആരാച്ചാരന്മാർ യേശുവിന്റെ കൈകാലുകളിൽ ആണികൾ അടിക്കുവാൻ വളരെ ക്രൂരമായ മാർഗങ്ങളാണ് ഉപയോഗിച്ചത്. അവർ യേശുവിന്റെ വലതു കൈ വളരെ ബലമായി പിടിച്ചു വലിച്ച് കുരിശിലെ ആണിപ്പഴുതിലേക്ക് അടുപ്പിച്ചു. ഓർക്കണം, കുരിശിൽ നേരത്തെ ആണിപ്പഴുത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കടത്തി. അപ്പൊ കൃത്യമായിട്ട് ആളിന്റെ വലിപ്പം അനുസരിച്ചൊന്നുമല്ല കീഴ്ത്തി ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങോട്ട് വലിക്കണമായിരുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ വലതു കൈ വളരെ ബലമായി പിടിച്ച് വലിച്ച് കുരിശിലെ ആണിപ്പഴുതിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അവന്റെ കൈ വളരെ ബലിഷ്ഠമായ ഒരു കയറുകൊണ്ട് അമർത്തി പിടിച്ചു കെട്ടി. ഒരാൾ അവന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നു, മറ്റേയാൾ കൈ വലിച്ചു നീട്ടി പിടിച്ചിരുന്നു. മൂന്നാമതൊരുവൻ വളരെ തൂക്കമുള്ള ചുറ്റികൊണ്ട്, ഓർക്കണം, അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൊടുത്താണെന്ന ഈശോയുടെ ആ കൈയിലേക്ക് ചുറ്റിക്കൊണ്ട് ആ പരിപാവനമായ കരങ്ങളിലേക്ക് ആണി അടിച്ചു കയറ്റി. ആ കൈപ്പത്തികളിലൂടെ തടിയുടെ മറുഭാഗം വരെ എത്തുന്ന നീളം ആണിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ യേശു നെടുവീർപ്പോടെ കരഞ്ഞു. എത്ര തവണ ചുറ്റിക്കൊണ്ട് അടിച്ചുകൊണ്ട് എണ്ണാൻ പരിശ്രമിക്കലും എനിക്കെണ്ണാൻ പറ്റിയില്ല എന്ന് അന്ന കത്രീന പറയുന്നുണ്ട്. എന്നാലും പറയുന്നുണ്ട് 36 തവണയെങ്കിലും ചുറ്റി വെച്ച് അടിക്കുന്ന ശബ്ദം കേട്ടുവെന്ന്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിന്തനീയമാണ്. ഇനിയും വിങ്ങിപ്പൊട്ടി കരയുന്ന അമ്മ അപ്പുറത്ത് നിപ്പുണ്ട്. വളരെ വികാരഭരിതമായ സമയം. എന്നിട്ട് അവൾ തുടർന്ന് എഴുതുകയാണ്. വലതു കൈയിൽ ആണി അടിച്ചു കഴിഞ്ഞപ്പോൾ ഇടത് കൈ അവർ കുരിശിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ദ്വാരത്തിലേക്ക് വലിച്ചെടുപ്പിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതിനാൽ ഇടത് കൈയിൽ കയറ് കെട്ടി കുരിശിൽ ആഞ്ഞു ചവിട്ടി കൈപ്പത്തി കുരിശിന്റെ ദ്വാരത്തിലേക്ക് അടുപ്പിച്ചു എന്ന് അനുമാനിക്കാം. വലിച്ചിങ് അടുപ്പിക്കുകയാണ് കുഴിയിലേക്ക്. കാരണം വലത്തേക്ക് ശരീരം മാറിയപ്പോൾ ഒത്തിരി അകലമുണ്ട്. നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ അനുഭവമായിരിക്കണം ഈശോയ്ക്കപ്പോൾ ഉണ്ടായ ശ്വാസം മുട്ടലുമല്ല. കാലുകൾ മാത്രമല്ല, ഒരുത്തൻ ഇങ്ങനെ ബലമായിട്ട് ചങ്ക ചവിട്ടി നിൽക്കുക എന്നോർക്കണം. വലിച്ചു കോച്ചി ചുരുങ്ങി കണിശമായി അവൻ പ്രാണവേദന അനുഭവിക്കുകയായിരുന്നു. നിർദ്ദയമായ പട്ടാളക്കാർ ഇടത് കൈകളിൽ ആണിയടിച്ചപ്പോൾ വീണ്ടും രക്തം ധാരധാരിയായി ചീറ്റി ഒഴുകി. ഒരു വിഷവാവിട്ടപ്പോൾ കരഞ്ഞു കാണും അവൻ. യേശുവിന്റെ ശരീരത്തിൽ നിർദാക്ഷിണ്യം ഏൽപ്പിച്ച ഓരോ ക്ഷതങ്ങളും തൽഫലമായി അവനുണ്ടായ അതികഠിന വേദനയും അതുപോലെ പരിഹാസങ്ങൾ, അട്ടഹാസങ്ങൾ അവിടെ നിന്ന് അമ്മയും കാണുന്നു. അതുപോലെ തന്നെ മറ്റ് ശിഷ്യന്മാരും കർത്താവിനെ സ്നേഹിച്ചിരുന്നവരും കാണുന്നു. പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ കാണുന്നു. യേശുവിന്റെ പാദങ്ങളിൽ ആണികൾ അടിക്കുന്നത് മുമ്പായി പാദങ്ങളുടെ അടിയിൽ ഒരു തടിക്കഷ്ണം ഉറപ്പിച്ചു. അങ്ങനെ അവന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവനും അടിക്കപ്പെട്ട ആണികളിൽ മാത്രം തൂങ്ങി നിൽക്കാതെ കാലുകളുടെ ചെറിയ അസ്ഥികൾ പൊട്ടുകയില്ലെന്നും ഉറപ്പുവരുത്തി. അപ്പൊ കാലിന്റെ കാണി പൊട്ടിപ്പോകാതിരിക്കാനും കാല് വിട്ടുപോകാതിരിക്കാനും മുകളിലെ കൈ വിട്ടുപോകാതിരിക്കാനും യഹൂദന്മാർ കണ്ടുപിടിച്ചൊരു വിദ്യയായിരുന്നു ആ തടിക്കഷണം. ഇനി ആ കാൽ രണ്ടും ഒന്നിനു പുറകെ മുകളിൽ ഒന്നായി വെച്ചാണ്. പല ശാസ്ത്രജ്ഞന്മാരും പറയും ഇല്ല, രണ്ടും വെവ്വേറെയാണ് അടിച്ചത്. അങ്ങനെയുള്ള പടങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെയല്ല നടന്നത്. എവിടെയെല്ലാം യേശു ക്രൂശിതനായ ഞാൻ കണ്ടു, അവിടെയെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കാലം മറ്റു കാലിലേക്ക് എടുത്തു വെച്ച്. അതുതന്നെയാണ് അന്ന കഥീനായും പറയുന്നത്.
മിസ്റ്റിക്സ് എല്ലാം കണ്ടത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, യേശുവിന്റെ ക്രൂശിക്കൽ നേരിട്ട് കണ്ടവരല്ല നമ്മൾ ആരും. പിന്നെയോ ബൈബിളിൽ നിന്ന് അറിയുന്നതാണ്. ഇനി അത് മാത്രമല്ല, ആ അനുഭവമുണ്ടായ വിവരിക്കുന്നതിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത് എന്നോർക്കണമേ. ഇനിയപ്പോൾ കയറുകൊണ്ട് വലിച്ച് കാലും കൈയും ഈ ദ്വാരത്തിലേക്ക്, തടിയുടെ ദ്വാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അനുഭവിച്ച വേദനയും, ഒരു വിഷയ കർത്താവോട് പറഞ്ഞു കാണും, എന്റെ ദൈവമേ എന്ന് പറഞ്ഞു കാണും, അത്രമാത്രം വേദന ഉണ്ടായിക്കാണും. ഇനിയും കയറ് കെട്ടിയുള്ള വരിയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇനിയും കാലിലും കയ്യിലും ആണികൾ അടിച്ച് ഇറക്കി, അത് മറുവശം എത്തുന്ന ആണികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പം നമുക്ക് ധ്യാനിക്കാം. കൈയുടെ പ്രസക്തിയെപ്പറ്റി നമുക്കറിയാം. നമ്മുടെ കരങ്ങൾ ഉയർത്താനും കൈ അടിക്കാനും കരങ്ങൾ കൂപ്പാനും കരങ്ങൾ നെഞ്ചോട് വെച്ച് പ്രാർത്ഥിക്കാനും, മാത്രമല്ല മറ്റുള്ളവരുടെ സ്നേഹം പ്രദർശിപ്പിക്കാനും കൈകോർത്ത് പിടിക്കാനും ഒക്കെ ഉള്ളതാണ് കൈ. നമ്മൾ വായിക്കുന്നത് ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ. സങ്കീർത്തനം 134:2. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്ന സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. അതും സങ്കീർത്തനം 141:12. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 63:4. നമുക്കറിയാം, കൈകൾ ഉയർത്തി മധ്യസ്ഥ പ്രാർത്ഥന, നിസ്സഹായതയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, മൂശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് ശത്രുക്കൾ തോൽക്കപ്പെട്ടത്. എന്നാൽ കൈ താത്തിട്ടപ്പോഴോ ശക്തി പോയി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി പോയി. നമുക്കറിയാം, ഹൂറും അഹ്റോനും കല്ല് നീക്കിയിട്ട് അത് മൂശയുടെ കൈ ഉയർത്തിപ്പിടിച്ചുവെന്ന്. അപ്പൊ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട്. ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ കൊന്തയൊക്കെ ചെല്ലുമ്പം കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്നതിന്റെ അർത്ഥം അതാണ്. ഈശോയുടെ ആ സഹനത്തോട് ചേരുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മാത്രമല്ല, നമുക്കറിയാം, കരങ്ങൾ പരിപാവനമായിട്ട് മറ്റുള്ളവരുടെ മേൽ വച്ചുകൊണ്ട് രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കുന്നു, വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇതെല്ലാം നമ്മുടെ സഭയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കൂരാശകളിലെല്ലാം കൈകളാണ് ഉപയോഗിക്കുന്നത്. വൈദികനോ അല്ലെ വൈദിക മേലധ്യക്ഷനോ കൈകൊണ്ടാണ് പൂശുന്നത് നെറ്റിയിൽ, കൈകൊണ്ടാണ് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്, കൈകൊണ്ടാണ് കുരിശു വരയ്ക്കുന്നത്. അപ്പൊ കൈയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് കൈകൾ നമ്മൾ വിശുദ്ധമായിട്ട് സംരക്ഷിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും കൈകൾ കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യണം. നമുക്കറിയാം, അവസാന വിധിനാളിൽ കർത്താവ് രണ്ടാമത്തെ വരവിൽ കർത്താവ് ചോദിക്കുന്ന ഓരോരുത്തരും നമ്മൾ കൈകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. കുടിക്കാൻ തന്നു, പാർപ്പിടം തന്നു, ഭക്ഷിക്കാൻ തന്നു, ഉടുക്കാൻ തന്നു, ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സൽപ്രവൃത്തികളാണെന്ന് ഓർക്കണമേ. നിശ്ചയമായിട്ടും നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് ഹൃദയത്തിൽ നന്മയുള്ളത് കൊണ്ടാണ്. അപ്പൊ ഹൃദയത്തിലെ നന്മ പ്രകടമാക്കുന്നത് കൈകാലുകളിലൂടെയാണ്. മാത്രമല്ല, ഒരാൾ നടന്നു പോകുന്നു, പള്ളിയിലോട്ടാണോ പോകുന്നത്, പ്രാർത്ഥിക്കാനാണോ പോകുന്നത്, നമുക്ക് നടപ്പ് കാണുമ്പോഴറിയാം. അതോ വേറെ തിന്മയ്ക്ക് വേണ്ടി പോവുകയാണോ, കള്ളു കുടിക്കാൻ പോവുകയാണോ, കൂട്ടുകാർ കൂടി തിന്മ ചെയ്യാൻ പോവുകയാണോ, നമുക്കറിയാൻ കഴിയും. പ്രിയമുള്ളവരെ, ദുഷ്ടന്റെ കാലുകൾ ഇടറും എപ്പോഴും. അപ്പോൾ ആ കരങ്ങളും കാലുകളും വിശുദ്ധമായിരിക്കാനാണ് കർത്താവ് കണിശമായിട്ടും രക്തം ചിന്തിയത് കൈകളിലൂടെയും കാലുകളുടെയും. നമ്മൾ നടക്കേണ്ടത് വിശുദ്ധിയുടെയും നന്മയുടെയും മാർഗത്തിലൂടെയാണ്. യേശു നടന്ന അതേ വഴിയെ നടക്കണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഏതാണ് യേശു നടന്ന വഴി? എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വഴി നമുക്കറിയാം. പുൽക്കൂട് മുതൽ കുരിശു വരെ അത് വളഞ്ഞ വഴിയാണ്. ഒരു വിഷയെങ്കിൽ കുടുക്കുവഴിയാണ്, നേരെയുള്ള വലിയ മാർഗമല്ല. അതെന്ന് പറഞ്ഞാൽ സഹനങ്ങളുള്ള വഴികളാണ്. യേശുവിലേക്കുള്ള വഴി, ജീവനിലേക്കുള്ള വഴി. ഈശോ പറഞ്ഞില്ലേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന്. അപ്പോൾ ആ വഴിയും സത്യവും ജീവനും നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ കാലുകൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, കാലുള്ളപ്പോൾ കാലില്ലാത്തതിന്റെ കാര്യം, കാലുള്ളപ്പോൾ കാലില്ലാത്തവരുടെ കാര്യം അറിയില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ നാളുകളിൽ ഈ വീൽ ചെയറിൽ ഇരിക്കുക, നിൽക്കാൻ മേല, നടക്കാൻ മേല. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഓടി നടന്ന കാര്യം കോട്ടയം പരിസരത്തും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും കാരിസ് ഭവനിലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തും 102 രാജ്യങ്ങളിൽ 104 രാജ്യങ്ങളിൽ 2 കാലിൽ ഓടി നടന്ന, ആഴ്ചയിൽ ഒരു ധ്യാനം വെച്ച് നടന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ കാലുകൾ, പാദങ്ങൾ സുന്ദരമാണ് എന്ന്
എൻ്റെ കാലത്തെ സുന്ദരമൊന്നുമല്ല കേട്ടോ. ഒത്തിരി മുഴുവും വേദനയും ചടവും ഉണ്ട്. ആ സൗന്ദര്യം കർത്താവിനറിയാം. പ്രിയപ്പെട്ടവരെയും അത് നമ്മൾ വായിക്കുന്നു റോമ 10:15 കർത്താവിന്റെ വചനം പ്രഘോഷിച്ചേ മതിയാ, ലോകമെങ്ങും പോയി പ്രഘോഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു വിഷയം ചെയ്യാത്തതിന്റെ ശാപം അനുഭവിക്കുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ 1 കൊരിന്ത്യർ 16 ഞാൻ വചനം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന്. ഈ ദുരിതം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ കേരളക്കരയിൽ, കേരള സഭയിൽ കർത്താവിനെ പ്രഘോഷിക്കാതിരിക്കുക. നമ്മൾ മടിയായിട്ടിരിക്കുകയാണ്, മടി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ അതെ ക്രിസ്ത്യാനി ഇരിക്കേണ്ടവനല്ല, നടക്കേണ്ടവനാണ്, ഓടി നടക്കേണ്ടവനാണ്. കാലുവന്റെ നായെപ്പോലെ കർത്താവിന്റെ വചനവുമായി സന്ദേശവുമായി ഓടി നടക്കേണ്ടവരാണ്. വചനം പ്രഘോഷിക്കുന്ന പലരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാപകൽ വിശ്രമമില്ലാതെ വേദനയും സഹിച്ച്, നടുവിന് വേദന, തലവേദന എല്ലാം സഹിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. അതിന് കാലിന് ബലം വേണം. ആ കാലുകൾ വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. അത് കൊള്ളിക്കും കൊള്ളവയ്പ്പിനും വ്യഭിചാരത്തിനും ദുർവൃത്തിക്കും ഉള്ളതല്ല. ദുർനടപ്പ് പാടില്ല. നമ്മൾ പറയുന്നതിന് ദുർനടപ്പ് എന്നാണ്. കാലുകൊണ്ട് മറ്റുള്ളവരെ ചവിട്ടുകയും തൊഴിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യാൻ പാടില്ല. അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ടാണ് ഓടി നടക്കേണ്ടത്. അതുകൊണ്ടാണ് യേശുവിന്റെ കാലിൽ മുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ക്രൂശിതനായ യേശുവിന്റെ കാലിൽ മുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നല്ല വഴിയിലൂടെ നടക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന്. ആ കൈകൾ നമ്മുടെ കൈകളോട് ചേർത്ത് വെക്കണം. അഥവാ നമ്മുടെ കൈകൾ അവിടുത്തെ കൈകളോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാൻ, ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ എന്റെ ഹൃദയത്തെയും കരങ്ങളെയും പ്രകാശിതമാക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ബലമുള്ളതാക്കണമേ. ഞാൻ കാലുകുത്തുന്ന സ്ഥലമെല്ലാം വിശുദ്ധീകരിക്കപ്പെടാനിടയാക്കണമേ. ഞാൻ കാലുകുത്തുന്ന വീട്ടിലായിരിക്കാം, പറമ്പിലായിരിക്കാം. ഞാൻ എന്റെ കാല് നല്ല കാലുകൊണ്ട് ചവിട്ടിയാൽ കണിശമാറ്റോടെ അനുഗ്രഹമുണ്ടാകും. അത് നിശ്ചയമാറ്റമെങ്കിൽ കാല് നല്ലതായിരിക്കണം. എങ്കിലും മാത്രമേ എന്റെ കൃഷികൾ നല്ലതാകൂ. എന്റെ കൈകൾ നല്ലതാണെങ്കിൽ എന്റെ കൈകൊണ്ട് ചെയ്യുന്ന കൃഷികൾ നല്ലതാവുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ എന്റെ കൃഷികൾ മോശമാകാനും വിളവുണ്ടാകാത്തതിനും കാരണം എന്റെ കൈകളുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നതുകൊണ്ടല്ലേ എന്ന് ഈ ഗഡുവിൽ ചിന്തിക്കണം. കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. മനോഹരമായ വാക്യം ആണ് ഹബക്കൂക്ക് 3:19 കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾ പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകിയിരിക്കുന്നു. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കി ദൈവിക കാര്യങ്ങൾ നോക്കി നടക്കേണ്ടവരാണ്. നമുക്കതിനായിട്ട് കുരിശെടുക്കേണ്ടി വരും. ഇടുങ്ങിയ വാതിലൂടെ പോണ്ടി വരും. ഒരിക്കലും അത് നമ്മൾ വിനാശത്തിന്റെ വലിയ വഴിയിലൂടെ പോകരുത്. ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലൂടെ നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെ ആണുതാനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. അതേ പ്രിയമുള്ള ആ ചുരുക്കം പേരിൽ ഒരാളാക്കാം നീയും ഞാനും. നമുക്ക് അത് അപ്രകാരം പോകാം. ഈശോയുടെ പിന്നാലെ, യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ കുരിശുണ്ടാകും, ദുഃഖമുണ്ടാകും, വിഷമമുണ്ടാകും. എന്നാൽ നമ്മൾ യേശുവിന്റെ പിന്നാലെ കുരിശുമെടുത്തുകൊണ്ട് നടക്കേണ്ടവരാണ്. നമ്മൾ നമ്മുടെ കാലുകളെയും കൈകളെയും ഈശോയ്ക്ക് അർപ്പിക്കാം. കാല് ഇടറാതെ, വീഴ്ചയോ പരാജയം ഉണ്ടാകാതെ നിൽക്കുന്നവരായിരിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ മറിയം മാതാവിന്റെ യേശുവിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് വചനം കേട്ട പോലെ നമുക്ക് സ്വസ്ഥമായി വചനം കേൾക്കണ്ടേ. അപ്പൊ അതിനൊക്കെ നമുക്ക് നമ്മുടെ കാലുകൾ ഇടറാതിരിക്കണം. മാത്രമല്ല നമ്മുടെ കൈകളും കാലുകളും വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. ഈശോ തന്നെ വിശുദ്ധീകരിച്ചത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാനാണ്. നമ്മുടെ കൈകൾ കർത്താവിന് കൊടുത്ത് കൈകൾ പൂശപ്പെടണം, വിശുദ്ധിയാൽ പൂശപ്പെടണം. വിശുദ്ധിയാൽ കാലുകളും നിശ്ചയമായിട്ടും നമ്മൾ വിശുദ്ധീകരിക്കണം. അങ്ങനെ കാലുകളും കൈകളും എന്ന് പറഞ്ഞാൽ മുഴുവൻ വ്യക്തിത്വത്തെയും, നമുക്കറിയാം നമ്മുടെ വ്യക്തിത്വം മുഴുവൻ പ്രകടമാകുന്നു ഈ രണ്ട് വലിയ അവയവങ്ങളിൽ കൂടി. അതുകൊണ്ട് നമുക്ക് എല്ലാ ദുർമാർഗങ്ങളും ഉപേക്ഷിക്കാം. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എന്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. സങ്കീർത്തനം 119, 101. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായാനും ചോര ചിന്താനും വെമ്പൽ കൊള്ളുന്നു. അങ്ങനെ ഒരു കാലും കൈയുമുണ്ട്. അത് അനുവദിക്കരുത്. ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, ഇതൊന്നും പാടില്ല. ഒരു ക്രൈസ്തവൻ കണിശമാറ്റും
ദൈവസ്നേഹത്തിൽ, ദൈവകൃപയിൽ വിശുദ്ധി നിറഞ്ഞവനാകണം. അതെ, അതുകൊണ്ടല്ലേ പറഞ്ഞത്, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്ക്, പാതയിൽ പ്രകാശം. ഹല്ലേലൂയ. അതെ, നമ്മുടെ കാലുകൾ പ്രകാശത്തിലൂടെ സഞ്ചരിക്കണം, വിശുദ്ധിയിലൂടെ നയിക്കണം, നല്ല വഴിയിലൂടെ നയിക്കണം. നമുക്ക് ആ കാലുകൾ ഈശോയ്ക്ക് അർപ്പിക്കാം. എന്റെ കർത്താവേ, നല്ല വഴിയിലൂടെ നടക്കാനായിട്ട് അത് എന്റെ പാപമാർഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപത്തിന്റെ മാർഗം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ വഴിയാകുന്ന അങ്ങിലായിരിക്കുവാൻ. നമുക്ക് ആദിമ ക്രൈസ്തവരെ വിളിച്ചിരുന്നത് വഴിയിലായിരുന്നവർ, മാർഗവാസികൾ എന്നാണ്. യേശുവിന്റെ മാർഗം, അതെ, അത് നടക്കണം. ആ മാർഗത്തിലൂടെ നടക്കേണ്ടവരാണ് ഒരു ക്രിസ്ത്യാനി. നമുക്ക് മനസ്സിലാക്കാം. എന്റെ ഈശോയെ, എന്റെ കർത്താവേ, ഞാൻ വളരെയധികം പാപങ്ങൾ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക, മുട്ട നിൽക്കുകയാണെങ്കിൽ മുട്ട നിൽക്കുക. ഈശോയുടെ മുറിവുറ്റ കൈകളിലേക്കും കാലുകളിലേക്കും നോക്കുക. ആ കാലിലും ആണികൾ അടിച്ചു കയറ്റിയ ആണിപ്പഴുത് കാണും, അതിൽ ഒഴുകുന്ന ചോര കാണും. ഈ കുരിശെ നോക്കേണ്ട ആവശ്യമില്ല. കണ്ണുകൾ അടച്ചാൽ ആന്തരികമായി നിങ്ങൾക്ക് അത് മനസ്സിൽ കാണാം. ഈ സംഭവമാണ്. ഇന്നും കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. ഇന്നും കർത്താവിന്റെ കൈകളും കാലുകളും വ്രണപ്പെടുന്നു. കാരണം തന്റെ ജനം തന്നെ കൈകൾ കൊണ്ട് പാപം ചെയ്യുന്നു, തന്റെ ജനങ്ങൾ തന്നെ കാലുകൾ കൊണ്ട് പാപം ചെയ്യുന്നു. ശാന്തമായി കണ്ണുകളടച്ച കൈകൾ, അതോ കണ്ണ് തുറന്ന് ആ രണ്ട് കൈകളും മടിയിൽ നിവർത്തി വെച്ച് ആ കൈയിലേക്കും നോക്കിക്കേ, പരമെങ്കിൽ കാലിലേക്കും നോക്കിക്കേ, പാരത്തിലേക്ക്. എന്തെല്ലാം പാപങ്ങൾ അവ കൊണ്ട് ചെയ്തിട്ടുണ്ട്. എത്ര തവണ ആ കാലുകൊണ്ട് നടന്ന് ചീത്ത ചെയ്യാൻ പോയിട്ടുണ്ട്, വ്യഭിചാരശാലയിൽ പോയിട്ടുണ്ട്, അവ്യവികയുടെ ബന്ധത്തിനായിട്ട് പോയിട്ടുണ്ട്, മദ്യപിക്കാൻ പോയിട്ടുണ്ട്, കള്ളുഷാപ്പിൽ പോയിട്ടുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ട്, ബോംബ് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മദ്യം കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ കഞ്ചാവ് എടുക്കാൻ ഉപയോഗിച്ച കൈകൾ. ആ കൈകൊണ്ടല്ലേ നീ പുകവലിച്ചത്, ബീഡി വലിച്ചത്, നിന്റെ തന്നെ ശരീരത്തെ നശിപ്പിച്ചത്. ആ കൈകൊണ്ടല്ലേ നീ കള്ളും ഗ്ലാസ് പിടിച്ചത്, മദ്യം ഉപയോഗിച്ചത്, കഞ്ചാവ് എടുത്തത്. ഈ കൈകൊണ്ടല്ലേ നീ ഒരു വിഷങ്കിൽ സ്വയം ഭോഗം ചെയ്തത്, അതുപോലെ മറ്റ് ചീത്ത പ്രവർത്തികൾ ചെയ്തത്, മറ്റുള്ളവരെ ദ്രോഹിച്ചത്, അടിച്ചത്, നിന്റെ ഭാര്യയെ അടിച്ചത്, ഒരു ശപ്പന്റെ കണ്ണക്കുറ്റിക്ക് പോലും അടിച്ചത്, അയൽക്കാരനെ അടിച്ചത്, മർദ്ദിച്ചത്. നീ മുഷ്ടിപ്രയോഗം നടത്തിയില്ലേ? കർത്താവിനോട് മാപ്പ് ചോദിച്ചു. ആരുടെയെങ്കിലും പിണങ്ങിയിരിക്കുന്നെങ്കിൽ അവരുടെ മാപ്പ് ചോദിച്ച് രമ്യപ്പെടാനുള്ള കൃപയ്ക്കായിട്ട് ഈശോയും പ്രാർത്ഥിക്കട്ടെ. എന്തെല്ലാം പാപങ്ങളെ കൈകൊണ്ട് ചെയ്തു. അതിനല്ലേ ആ കർത്താവ് തിരുവുള്ളമായത് ഈ പാരം ആണിയടിക്കുവാൻ. ആ കൈകളിലാണ് നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരമ്മ പെറ്റ ശിശുവിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പേര് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കൈകളിലായിരിക്കണമെങ്കിൽ നമ്മുടെ കൈകളും വിശുദ്ധമാകേണ്ടയോ? നമുക്ക് തിന്മകളെ ഉപേക്ഷിക്കാം മക്കളെ. കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും. ഈശ്വരൻ കൈക്കൂലി വാങ്ങുക, മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ നേടിയെടുക്കുക, കൈകൊണ്ട് കട്ടെടുക്കുക, ഇതെല്ലാം നിർത്താം മക്കളെ. അത് നമുക്ക് കൈകളെ വിശുദ്ധീകരിക്കാം. 5 വിരലോടുകൂടി 10 വിരലോടുകൂടി 2 കൈകളും കർത്താവിന് അർപ്പിക്കുക. ആ ആണിപ്പഴുതിലേക്ക് അർപ്പിക്കുക. അതുപോലെ കാലുകളും, ആ കാലിലെ 10 വിരലുകളും എന്റെ കാൽപ്പാദങ്ങൾ 2 ആ മുറിഞ്ഞ കാലിലേക്ക് വയ്ക്കുക. എന്റെ കർത്താവേ, എന്റെ കാലിനെ വിശുദ്ധീകരിക്കണമേ. ഈ കാലുകൾ ചവിട്ടി പള്ളിയിൽ പോകാനും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാനും അയൽവക്കത്ത് കയറുവാനും ഇറങ്ങുവാനും അവർക്ക് നന്മ ചെയ്യുവാനും പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവരെ സന്ദർശിക്കുവാൻ പാവങ്ങളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുവാൻ നടന്നു പോകാൻ എന്റെ കാലുകളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കൂ. അത് കലമാന്റെ കാലുപോലെ ബലമുള്ളതായി തീരുവാൻ ആ കാലുകൊണ്ടും കൈകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികളാണ് കർത്താവിന് മുമ്പിൽ ജീവകാരുണ്യ പ്രവൃത്തികളായി മാറുന്നത്. എന്റെ കർത്താവ് അത് വെച്ചാണല്ലോ അങ്ങനെ വിരിക്കാനും പോകുന്നത്. നാഥ, എന്റെ കരങ്ങളെ തരുന്നു എന്ന് പറയൂ. എന്റെ കാലുകളെ ഞാൻ തരുന്നു എന്ന് പറയൂ. പൂർണ്ണമായി അർപ്പിക്കൂ. നിനക്കറിയാം ഏതെല്ലാം തിന്മയിലേക്കാണ് നിന്റെ കാല് ചരിഞ്ഞിരിക്കുന്നത്, കൈകൾ ചരിഞ്ഞിരിക്കുന്നത്. മാപ്പ് ചോദിക്കൂ. ഞാൻ പാപം ചെയ്തു പോയി, നാഥ എന്നോട് ക്ഷമിക്കണമേ എന്ന് അത് കർത്താവിനോട് പ്രാർത്ഥിക്കാവുള്ളതുകൊണ്ട് പാപികളെ തേടി വന്ന കർത്താവ് കനിശമാറ്റും നിന്നെയും എന്നെയും രക്ഷിക്കും. കാരണം ഇവിടെ കർത്താവ് ഈ നിമിഷം അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കൂ. പാപികളെ തേടി വന്ന പാലകനേശുവേ,
പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ലോകദിവ്യ ആശകളാൽ നിന്നെ വെടിഞ്ഞു ഞാൻ. ലോകദിവ്യ ആശകളാൽ നിന്നെ വെടിഞ്ഞു ഞാൻ. സന്തോഷവും സൗഭാഗ്യവും തേടിയാലഞ്ഞു ഞാൻ. പാപികളെ തേടി വന്ന പാലകനേശുവേ, ഭാരതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. കർത്താവേ, ഞങ്ങളുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പിശാചിനാൽ. നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, നന്മ ഓടി നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ അഴിക്കണമേ കർത്താവേ. പാപത്തിന്റെ പാശം, ചില തഴക്കദോഷങ്ങളുടെ പാശം കിടക്കുന്നു. സ്വയംഭോഗം, സ്വവർഗഭോഗം, അതുപോലെ വ്യഭിചാരം, അശുദ്ധി ഇങ്ങനെ കിടക്കുന്നു. മദ്യപാനം, പുകവലി, കഞ്ചാവ്, ഇതിന്റെ എല്ലാം ബന്ധനത്തിൽ അഴിക്കൂ എന്റെ കർത്താവേ. എനിക്ക് വിമോചിതനാകണം, ഓടി നടക്കണം നന്മ ചെയ്തുകൊണ്ട്. അതിനായി എന്റെ കാലുകളെ ശുദ്ധീകരിച്ചു കർത്താവേ, സുഖപ്പെടുത്തു. എന്റെ കൈകളെയും ബലപ്പെടുത്തു. എന്റെ കൈകൊണ്ട് നന്മ ചെയ്യണം. ഒരിക്കലും ഒരിക്കലും എന്റെ രണ്ട് കൈ കൊണ്ട് ഞാൻ തിന്മ ചെയ്യില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈശോ, ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ വിശുദ്ധീകരിക്കണമേ. പാപികളെ തേടി വന്ന അങ്ങ് പാപികളെ ഓരോരുത്തരങ്ങത്തിൽ സുഖപ്പെടുത്തു കർത്താവേ. നിമിഷം കൈകളെ വിശുദ്ധീകരിക്കൂ. കൈക്ക് വേദനയുള്ളവരെ കാണുന്നു. കൈയുടെ റിസ്റ്റിന് വേദനയുള്ളവർ സുഖപ്പെടുത്തണമേ കർത്താവേ. റിസ്റ്റ് വാച്ച് കെട്ടാൻ പാടില്ലാത്തവർ, വളയിടാൻ പാടില്ലാത്തവർ, ആഭരണത്തോട് അലർജിയുള്ളവരെ കാണുന്ന അവരെയൊക്കെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൈയുടെ വിരലുകൾ അനക്കാൻ പ്രയാസമുള്ളവർ, കോച്ചിപ്പോയി, അത് ചുരുങ്ങിപ്പോയി, അതൊക്കെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ പെടലിക്ക് വേദന, അതോടുകൂടി തോളിന് വേദന, കൈ പൊക്കാൻ പാടില്ല, കൈപൊക്കി ദൈവത്തെ സ്തുതിക്കണം, കൈയടിക്കണം എന്നുകൊണ്ട് പറ്റുന്നില്ല കർത്താവ്. ഇപ്പോൾ തോളിനെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കൈപ്പാത്തി മാത്രമല്ല, കൈക്ക് തള്ളം കൈയിൽ വേദനയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തു. കൈയുടെ മുട്ടും കാലിന്റെ മുട്ടും സുഖപ്പെടുത്തു കർത്താവ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്നില്ല, കാലിന്റെ മുട്ടിന് വേദനയാണ്. ഈശോയെ സുഖപ്പെടുത്തു. വാതരോഗമായിരിക്കാം, യേശുവെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധിവാദമായിരിക്കാം, ആമവാദമായിരിക്കാം, സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവ് എല്ലാ വാതരോഗങ്ങളും ദൂരെ മാറിപ്പോട്ടെ ദാസൻ പ്രാർത്ഥിക്കുന്നു. കാലിന്റെ ഞരമ്പുകളെയും മാംസപേശികളെയും അസ്ഥികളെയും സുഖപ്പെടുത്തു. അതുപോലെ കൈകളെയും കർത്താവേ, ഇവരുടെ കൈകളെയും കാലുകളെയും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈശോയെ, ഈ നിമിഷം ശാരീരികമായ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണതുകൊണ്ട് കൈ ചതഞ്ഞുപോയി, ഒടിഞ്ഞുപോയി, കാലൊടിഞ്ഞു, അതേ പറ്റുന്നത് നടക്കാൻ, വടികുത്തിപ്പോയി നടക്കാൻ പറ്റുന്നില്ല. തളർച്ച വന്നുപോയതാണ്, പരാലിസിസ് വന്നുപോയി. കർത്താവ് സുഖപ്പെടുത്തു. എഴുന്നേക്കാൻ നടക്കാൻ കൃപ കൊടുക്കൂ. അങ്ങ് പറഞ്ഞല്ലോ അത് തളർന്നുപോയതുകൊണ്ട് എഴുന്നേറ്റടക്കുമെന്ന്. അപ്രകാരം പലരും ഇപ്പോൾ സംസാരിക്കുന്നതായിട്ട് കാണുന്ന കർത്താവെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലുകളെ ബലപ്പെടുത്തു കർത്താവെ, മാംസപേശികളെ ബലപ്പെടുത്തു, ഞരമ്പുകളെ ബലപ്പെടുത്തു. ഈശോനാഥ, ശരീരത്തിലെ വേദന മാറിപ്പോട്ടെ. പ്രത്യേകിച്ച് അത് തണ്ടൽ വേദന, നടുവിന്റെ വേദന മാറിപ്പോകട്ടെ കർത്താവെ. നടുവിന് വേദന പോകട്ടെ. അതുപോലെ കർത്താവെ, ഇടുപ്പിനുള്ള വേദന പോകട്ടെ. ആ ഇടുപ്പ് ബലമുള്ളതാകട്ടെ നടക്കാനായിട്ട്. ഈശോനാഥ സുഖപ്പെടുത്തണമേ. കൈകളിലെയും കാലുകളിലെയും ഓരോ പേശികളിലേക്കും ശക്തി കൊടുക്കട്ടെ. അത് ഒടിഞ്ഞ പേശിയായിരിക്കാം, ചരഞ്ഞ പേശിയായിരിക്കാം, വേദനയുള്ളതായിരിക്കാം. ആ വേദനകൾ ദൂരെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പക്ഷേ തിന്മ പ്രവൃത്തികൾ പോയി ആ അശ്ലീലത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് പൈശാചികമായിട്ട്. കർത്താവ്, ഈ നിമിഷം യേശു അങ്ങനെ അധികാരത്തിലൂടെ അങ്ങനെ നാമത്തിൽ ഞാൻ ഇവരെ മോചിപ്പിക്കണം. ഇവരെ പാപത്തിന്റെ അടിമത്തിലേക്ക് നയിക്കുന്ന ദുഷ്ടപിശാചി യേശു നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇറങ്ങിപ്പോവുക, ദൂരെ മാറിപ്പോവുക സാത്താനെ. ഈ നിമിഷം എന്റെ മക്കളെ വിമോചിപ്പിക്കൂ. സ്വതന്ത്രമായ മനസ്സോടെ, സ്വതന്ത്രമായ കരങ്ങളോടെ കഥാനെ സ്തുതിക്കുവാൻ ഇവരുടെ കരങ്ങളെ വിശുദ്ധീകരിച്ച് സ്വതന്ത്രമാക്കൂ. ഇവരുടെ കാലുകളെയും സ്വതന്ത്രമാക്കൂ. നന്മയിലേക്ക് മാത്രം ചരിഞ്ഞിരിക്കട്ടെ കൈകളും കാലുകളും. കഥാവെ ശാരീരിക വേദന മാറട്ടെ, കൈകളുടെ കാലിന്റെയും വേദന മാറട്ടെ. ഈശോ കൈകളുടെ ശോഷിപ്പ് പോകട്ടെ. കൈകൊണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഈശോയെ അവർക്ക് ശക്തി കൊടുക്കൂ ജോലി ചെയ്യുവാനായിട്ട്. മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല, പാർക്കിൻസോൺസ് ആണെന്ന് തോന്നുന്നു, കൈ വിറയ്ക്കുന്നു. സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കഥാവെ കാലിന് വിറയലുള്ളതുകൊണ്ട് ഈശോനാഥ എഴുന്നേക്കാൻ പേടി, വെച്ചു പോകുന്നു.
അവരെയൊക്കെ ബലപ്പെടുത്തു കർത്താവെ. ആ നാടികളെയും അങ്ങ് ബലപ്പെടുത്തു, എല്ലുകളെ ബലപ്പെടുത്തു കർത്താവെ. ഈശോനാഥ, ഒത്തിരി സ്നേഹത്തോടെ ഇവരുടെ 2 കാലുകളും 2 കൈകളും പ്രത്യേകിച്ച് 2 കൈപ്പത്തികളും കാൽ പാദങ്ങളും അങ്ങേ പാദങ്ങളോടും കരങ്ങളോടും ചേർത്ത് വയ്ക്കുന്നു. നാഥ, സുഖപ്പെടുത്തൂ, വിശുദ്ധീകരിക്കൂ, അഭിഷേകം ചെയ്യൂ. ഇവിടെ കൈകളെ പാവനമാക്കൂ. പ്രത്യേകിച്ച് കൈപ്പാദങ്ങൾ വിശുദ്ധീകരിക്കൂ. ഓ നാഥ, അങ്ങയുടെ ആണിയടിക്കപ്പെട്ട് രക്തമൊഴുകുന്ന ആ കൈകളെ ഇപ്പോൾ നീട്ടി ഇവരുടെ ശിരസിൽ വയ്ക്കൂ. ഇവർ സുഖമാകട്ടെ, പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആ കൈയിലേക്ക്, ആ കൈപ്പത്തിയിലേക്ക് ഇവിടെ കൈപ്പത്തുകൾ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ശക്തി ഒഴുകട്ടെ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കാലിലേക്ക് ഇവിടെ കാലുകൾ വയ്ക്കുന്നു. പ്രത്യേകിച്ച് കാൽപ്പാദങ്ങൾ, കാലിൽ ആണി രോഗമുള്ളവർ, ചതവുള്ളവർ, അതുപോലെ തന്നെ കർത്താവെ കാലിൽ വെരിക്കോസ് വെയിൻ, ഞരമ്പ് രോഗമുള്ളവരെ കാണുന്നു, നീരുള്ളവരെ കാണുന്നു, കാല് കോച്ചുന്നവർ, മടിഞ്ഞതാണ് എങ്കോ വീണതിന്റെ ഫലമായിട്ട്, അതെല്ലാം സുഖപ്പെടുത്തി ഈ നിമിഷം അത്ഭുതം ചെയ്യണമേ, അടയാളം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാല് കോച്ചിയിരിക്കുന്നത് കാണുന്നു, സുഖപ്പെടുത്തണമേ. ഈശോ ഈശോ ഈശോയെ ഈ നിമിഷം അങ്ങ് സുഖപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. അങ്ങേ ആണിപ്പഴുതും അങ്ങയുടെ കയ്യിലെ ആണിപ്പഴുതും കാണുന്ന കർത്താവേ, ആണിപ്പഴുതിനാൽ സുഖപ്പെടുത്തൂ. ഓ, അതോടൊപ്പം കർത്താവിയുടെ പഴയ മനുഷ്യനെ തറയ്ക്കാൻ കൃപ കൊടുക്കുക. യേശുവേ നാഥ, ദുർമോഹങ്ങളെല്ലാം ഇപ്പോൾ തറയ്ക്കട്ടെ. യേശുവിന്റെ കുരിശോടുകൂടി കർത്താവേ കടന്നു വരൂ. തറക്കദോഷങ്ങളെല്ലാം തറയ്ക്കൂ കർത്താവ്. ദുർമോഹങ്ങളുണ്ട്, എല്ലാം തറയ്ക്കൂ കർത്താവ്. ഇപ്പോൾ ഞാൻ തറയ്ക്കുകയാണ്. ഈശോ ഈശോ ഈശോ, അങ്ങനെ ഇവർ തന്നെ വിമുക്തരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. സ്വതന്ത്ര മനസ്സോടെ കർത്താവിനെ പാടിപ്പുകത്തുന്നവരായി മാറട്ടെ. ജീസസ്, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അങ്ങേ അത്ഭുതം ചെയ്യുകയാണ്, ഇവരെ സുഖപ്പെടുത്തുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരെയും ആണിപ്പഴുതുകൾ ഉള്ള കരങ്ങൾ കൊണ്ട്, മുറിവുള്ള കാലുകൾ കൊണ്ടും, ശരീരത്തിലെ 5000 പരമേശ്വരന്റെ മുറിവുകൾ കൊണ്ടും ഞാൻ ആശീർവദിക്കുകയാണ്. നിങ്ങൾ സുഖമാകട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, യേശുവിന്റെ സ്വന്തമായി മാറട്ടെ. കുരിശിൽ കിടന്ന് ഈശോ പറയുന്നു, നീ എന്റെ പ്രിയ മകളാകുന്നു, മകനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഈശോ ഈശ്വരം ആഴത്തിലേക്ക് പതിയട്ടെ. മക്കളെ, ഞാൻ നിങ്ങളെ എല്ലാ വൈദികരോടും ചേർന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന വൈദികരോടും സ്വർഗത്തിലുള്ള വൈദികരോടും ശുദ്ധിയസ്ഥത്തിലുള്ള ആത്മാക്കളോടും ചേർന്നുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, സുഖമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നൽക, ബാക്കിയെല്ലാം മാറ്റുക. തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുമ്പിൽ ക്രൂശനും. തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. പ്രിയപ്പെട്ടവരെ, ഈ 40-ാം വെള്ളിയാഴ്ച, ഈ ആഴ്ച കൂടുതൽ കർത്താവിന്റെ മുറിവുകളെപ്പറ്റിയും നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെയും വേദനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ അനുകമ്പ കാണിക്കണ്ട. ഇന്നിതെല്ലാം ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന നമ്മുടെ വേദനകളാണ്. അവിടുന്ന് ഏറ്റെടുത്തത്. ഇപ്രകാരം സഹിക്കുന്ന എത്രയോ പേർ അവരെ മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ കലുഷിതമാണ്, നമുക്കറിയാം. പാപനിബിധമാണ്. കർത്താവിനെ വിട്ടുപോയവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു.
അതിന്റെ ഫലമായിട്ട് എല്ലാവിധ ബന്ധനങ്ങളും എല്ലാവിധ രോഗങ്ങളുമായി ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കർത്താവിന്റെ കരുണ മാത്രമേ ആശ്രയമുള്ളൂ. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കൂ. പലതവണ വേണമെങ്കിൽ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. വെറുതെ മനസ്സുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കരുണ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കാത്ത നമുക്ക് തരുന്നതാണ്. നമ്മൾ അർഹിക്കുന്നതിനെ മാറ്റിക്കളയുന്നതുമാണ്. നമ്മൾ ശിക്ഷ അർഹിക്കുന്നവരാണ്. അത് നമ്മളിപ്പോൾ സഹിക്കുന്നതെല്ലാം അർഹിക്കുന്നതാണ്. അത്രമാത്രം ദൈവം തകർന്നുപോയി. എന്നാൽ കർത്താവ് കരുണ കൊണ്ടത് മാറ്റിത്തരും. അതുകൊണ്ടാണ് കരുണ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ കൃപ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കാത്തത്. ഈശോയുടെ വരവ് തന്നെ നമുക്ക് അർഹമല്ലായിരുന്നു. എങ്കിലും പിതാവ് അയച്ചു മകനെ. അർഹിക്കാത്ത വലിയ അനുഗ്രഹമാണ് യേശു ക്രിസ്തു. അത് നമുക്ക് അതിനൊക്കെ നന്ദി പറയാം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നതന്നെ അനുഗ്രഹമല്ലേ, നന്ദി പറയാം. ആരോഗ്യമായിട്ടിരിക്കുന്നത് അത് നമുക്ക് എന്തെല്ലാം ദൈവം തന്നു, നന്ദി പറയാം. ഇല്ലാത്തതോർത്ത് ദുഃഖിക്കുകയും പരിതപിക്കുകയും ചെയ്യാതെ ഉള്ളതെല്ലാം കൂടെ കർത്താൻ അർപ്പിച്ച കർത്താവെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കൃപയ്ക്കായിട്ട് കൂടുതൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരവസരം ആയിരിക്കട്ടെ ഈ അവസരം. അടുത്ത വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയാണ്. അതിനായിട്ടും ഹൃദയപൂർവ്വം ഒരുങ്ങുക. ആരെങ്കിലും അനുദപിക്കാത്തവരോ കുമ്പസാരിക്കാരോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. അനുദപിക്കൂ. നല്ല കുമ്പസാരം നടത്തി പാപമോചനം നേടൂ. അങ്ങനെ വലിയ ആഴ്ച എന്ന് നമ്മൾ പറയുന്നു, വിശുദ്ധ വാരം എന്ന് പറയുന്നു. അത് നമുക്ക് വിശുദ്ധിയോടെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.